ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ സ്ലീവിൽ എങ്ങനെ ഈ ഡിസൈൻ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അന്നേരം വാ കൂട്ടുകാരെ, നമുക്ക് കാണാം. നമ്മൾ ആ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് നമ്മൾ കഴുത്തിൻ്റെ കട്ടിങ് ഫസ്റ്റ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൽ അതിൻ്റെ സ്റ്റിച്ചിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ സ്ലീവിൻ്റെ കട്ട് ചെയ്ത പീസിൽ നിന്ന് എടുത്ത ഈ ഡിസൈൻ പൂവാണ് നമ്മൾ കട്ട് ചെയ്തതിനകത്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അന്നേരം സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. കണ്ട നമ്മൾ റേഷൻ കടയിലെ ചാക്കിൻ്റെ നൂലിൽ നിന്ന് നമ്മൾ ഈ ഡിസൈനും കൂടെ അതിൻ്റെ കൈയുടെ ഓപ്പൺ ഭാഗത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ നൂല് നല്ലതുപോലെ അമർത്തി ബോബനകത്ത് ചുറ്റിയെടുത്തതിന് ശേഷം പഴയ കേസിനകത്ത് നമുക്കിതുപോലെ ഈ കാണിക്കുന്നത് പോലെ തന്നെ നൂലിട്ട് വലിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നല്ല കേസിനകത്ത് നമുക്ക് നൂല് ചുറ്റിയതിന് ശേഷം നമുക്ക് ഈ പീസ് കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലാസ്റ്റ് മതി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മതി നമുക്ക് ചാക്ക് നൂല് വെച്ചിട്ട് അടിഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമ്മളിനി ഒരേ അളവിന് നമ്മൾ മാർക്ക് ചെയ്തെടുത്തത് കൊണ്ട് നമുക്ക് ആ പൂവിൻ്റെ സ്റ്റിച്ചിങ് കൊടുക്കാം. കണ്ടല്ലോ കൂട്ടുകാരെ, നമ്മൾ 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ വീതം നമ്മൾ തുണി ഇട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഡിസൈൻ പൂവ് കട്ട് ചെയ്തത്. ഇനി നമുക്ക് 4 വശവും ഇതേപോലെ തന്നെ അകത്തോട്ട് പിടിച്ചു കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി ചെറിയ പൂവായതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പറ്റാതെ വരുമ്പോൾ ഒരു സൂചി എടുത്തിട്ട് അകത്തോട്ട് നമുക്ക് ആ തയ്യൽ തുമ്പ് കയറ്റി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതിനകത്തും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കൂട്ടുകാരെ, ആ സ്റ്റിച്ച് കണ്ടോ, ആ പൂവിൻ്റെ സ്റ്റിച്ച് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയത്തത് പോലുമില്ല. കണ്ടോ, അത്രയ്ക്ക് നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് സൂചിയും നൂലും വെച്ച് കൈ വെച്ചിട്ടാണെങ്കിലും ഇതേപോലെ നമുക്ക് അകത്തോട്ട് കയറ്റിയിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതേപോലൊരു ആ വലിയ പൂവിനകത്തൊരു കട്ടിങ് കൊടുക്കാം. കട്ടിങ് കൊടുത്തതിന് ശേഷം അത് വേണം അകത്തോട്ട് മടക്കി നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ പോയിൻ്റ് ചെയ്ത് വെച്ചിരുന്നുണ്ടല്ലോ അവിടെ വെച്ച് നമുക്കിത് റൗണ്ടിന് തയ്യൽ തുമ്പ് അകത്തോട്ട് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് എളുപ്പത്തിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇതിങ്ങനെ അകത്തോട്ട് മടക്കി കൊടുത്ത് ശ്രദ്ധിച്ച് അവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഈ പൂവ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അന്നേരം പ്ലെയിനായിട്ടിരുന്ന കൈക്ക് നമ്മളിങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് പാർട്ടും ഫുള്ള് ഈ ഡിസൈൻ പൂവാണ്. നമുക്കന്നേരം അതിനകത്ത് ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയത്ത് പോലുമില്ല. കണ്ടോ, ഇനി നമുക്ക് നല്ല പീസ് മെഷീൻ്റെ മുകളിലും ലൈനിങ് പീസ് ഏറ്റവും മുകളിൽ വരുന്ന രീതിയിലാണ് ഞാൻ ഈ തുണി ഇട്ടേക്കുന്നത്. നമ്മുടെ നൂല് കൊടുത്ത് മെഷീനകത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ ഒരു സ്റ്റിച്ചിങ് അല്ലാതെ നൂലിനകത്ത് കൊടുത്തിട്ടുണ്ട്, സാധാ നൂലിൽ. അത് കൊടുത്തതിന് ശേഷം അന്നേരം അതിൻ്റെ മുകളിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം നമ്മുടെ സ്റ്റിച്ചിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ കണ്ട് നമ്മുടെ നല്ല പീസിലാണ് ഇപ്പം അന്നേരം നമ്മുടെ ചാക്ക് നൂല് വരുന്നത്. മുകളിൽ നമ്മുടെ ലൈനിങ് പീസാണ് ഈ നമ്മൾ മുകളിൽ വരുന്നത്. അങ്ങനെ നമുക്ക് ഒരു കൈക്ക് നമുക്ക് 4 സ്റ്റിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടോ കൂട്ടുകാരെ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെയും അസ്സലാമു അലൈക്കും.